നീതുവിനെ ഹരീഷ് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. ആക്കിയിട്ട് ഹരീഷ് വീടെത്തുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാ കൊണ്ടാക്കിയത്? മാംഗല്യയോഗം നിന്റെ കയ്യെത്തും ദൂരത്ത് എത്തിയിട്ട് നീ തട്ടിക്കളഞ്ഞില്ലേ? നീയും നിന്റെ ഏട്ടനെ പോലെ കല്യാണം നടക്കാണ്ടിരിക്കാനായിരിക്കും നിൻ്റെയും യോഗം എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷും സുധീഷും നിധിയും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തിനാ അവളെ കൊണ്ടാക്കിയത്, എന്താണ് പ്രശ്നം, എല്ലാം പരിഹരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ അവളുടെ വീട്ടിലാണ് കൊണ്ടാക്കിയിരിക്കുന്നത്, അവൾ നോക്കിക്കോളും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. നിധി സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ സാഹചര്യത്തിൽ നിങ്ങളാണെങ്കിൽ ഇതിന് വിപരീതമായിട്ടല്ലേ ചെയ്യുള്ളൂ, ആ കുട്ടിയെ കല്യാണം കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിന് വരുന്ന പറയുന്നുണ്ട്. ഹരീഷ് ആയതുകൊണ്ട് അവൻ കുടുംബത്തെ മൊത്തം നോക്കി കാര്യങ്ങൾ പക്വതയോട് ചെയ്തില്ലേ, അവന് കുടുംബസ്നേഹമുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ കാര്യം കൂടി അവൻ ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ട്. നീതുവിനാണെങ്കിൽ നീതുവിൻ്റെ അമ്മയും ഏട്ടനും കൂടെ തല്ലാൻ വേണ്ടി റൂമിൻ്റെ വെളിയിൽ വടിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്നിട്ട്, എന്താണ് ഇവിടെ പ്രശ്നം, ഇവിടെ നിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. നിങ്ങളുടെ മകളെ നിങ്ങൾ കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നീതുവിനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് അകത്ത് പോയി നീതുവിനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്നെ ഇവിടെ ഉപദ്രവിക്കുകയാണ്, ഇവർ കൊല്ലാൻ നോക്കുകയാണ്, എന്നെ തല്ലുകയൊക്കെ ചെയ്തു, കയ്യിലുള്ള പാടുകളും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പോലീസിന്. അമ്മയും ഏട്ടനൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ പോലീസ് ചോദിച്ചു, എന്തിനാണ് നിന്നെ തല്ലാൻ നോക്കുന്നത് എന്ന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തല്ലുന്നത്, എനിക്ക് പഠിക്കുകയും വേണം, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എന്നെ പഠിക്കാനും വിടുന്നില്ല, ഞാൻ പുറത്തു പോയി അവനെ കാണൂ എന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്, അത് നിങ്ങൾ നിഷേധിക്കണം, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കണം, ഇവൾ പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ട കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അഖിലിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്, നീ പെങ്ങളെ കൊല്ലാൻ നോക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അഖിലിൻ്റെ അടുത്ത് എഴുതാൻ പറയുന്നുണ്ട്, ഇനി ആ കുട്ടിയെ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല, തല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒപ്പിടാൻ പറയുന്നുണ്ട്. അങ്ങനെ അമ്മൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും അതിൽ സൈൻ മേടിച്ചിട്ട് പോലീസ് മേടിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾക്കെതിരെ കേസ് എടുക്കും എന്ന് പറഞ്ഞിട്ട് പോലീസ് പോകുന്നുണ്ട്. പോകുന്ന ടൈമിൽ നീതുവിന് കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീതു ഹരീഷിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഇത്രയും ദിവസം പട്ടിണിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഹരീഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ തല്ലാൻ വന്നപ്പോൾ റൂമിലേക്ക് ഓടിപ്പോയി ഞാൻ വാതിലടച്ചു, പിന്നെ പോലീസിനെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ പോലീസ് എത്തുകയും കാര്യങ്ങൾ കറക്റ്റായി ഡീൽ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിക്കായിരുന്നില്ല, ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടത് നീതുവിന് വലിയ സന്തോഷമാവുന്നുണ്ട്. നീതു ഏട്ടൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറയുന്നുണ്ട്, എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.